എറണാകുളം പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിക്കുന്നു. നെഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് കുട്ടികൾ ഏറ്റുമുട്ടിയത്. സംഭവം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുട്ടികൾ തമ്മിൽ കയ്യേറ്റമുണ്ടായ അതേ സ്ഥലത്ത്, അതായത് പറവൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രദേശത്ത് നിന്നാണ് കുട്ടികൾ രണ്ട് ചേരി തിരിഞ്ഞ് ആക്രമണം നടത്തിയത്. ഒന്ന് യൂണിഫോം ഇട്ട കുട്ടികളെയും മറ്റൊന്ന് സാധാരണ വസ്ത്രത്തിലെത്തിയ കുട്ടികളെയും കാണാം. ഇവർ തമ്മിൽ രണ്ട് ചേരി തിരിഞ്ഞാണ് ഈ ആക്രമണം ഉണ്ടായത്. അതായത് മാരക ആയുധങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന നഞ്ചക്ക് പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് പരസ്പരം ഏറ്റുമുട്ടിയതെന്നാണ് മനസ്സിലാക്കാനായിട്ടും അത് ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. ഇത് ആരാണ് ഈ ഏറ്റുമുട്ടിയതെന്നും എന്താണ് ഇവർ ഏറ്റുമുട്ടാനുണ്ടായ സാഹചര്യമെന്നും അതോടൊപ്പം തന്നെ എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് പറയുന്നതനുസരിച്ച് അവർക്ക് അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല. ഇതിനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിൽ സ്ഥിരം വരാറുള്ള ആളുകളോടൊക്കെ തന്നെയും ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇവിടെ ആടി ഉണ്ടാവുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ? ഞാനിപ്പോൾ ഇന്ന് രാവിലെ മൊബൈലിൽ ഞാൻ കണ്ടിരുന്നു. എപ്പോഴാണ് നടന്നതെന്നുള്ള എന്തെങ്കിലും സൂചന എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളെ പയ്യന്റെ മൊബൈലാണ് ഉണ്ടായിരുന്നത്. ഈ ആരെങ്കിലും കണ്ടിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ അന്നേരം സ്റ്റാൻഡിലില്ല. ഞങ്ങൾ വരുമ്പോഴേക്കും അവരൊക്കെ പോയി. ഈ സ്ഥിരമായിട്ട് കുട്ടികൾ അടി ഉണ്ടാവാറുള്ള ഒരു ഏരിയ ഇല്ല. ഇടക്ക് ചില സമയത്ത് ഇവിടെ കുറച്ച് പിള്ളേർ അവിടെ കൂടി നിൽക്കും. ഒരുപാട് പിള്ളേരുണ്ടാവും. അത് ചിലപ്പോൾ നേരത്തെ എന്തെങ്കിലും വിഷയം വെച്ചിട്ട് അവർ ഇവിടെ വന്നിട്ട് അത് തീർക്കും. ഈ പോലീസ് സുരക്ഷയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ആണല്ലോ ഇത്. അതില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം തുടങ്ങി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡ് വേറെ ഇത് അസോസിയേഷൻ വിളിച്ചാക്കിയാണ്. പോലീസ് സുരക്ഷയൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? അതോ അടി ഉണ്ടാകുമ്പോൾ മാത്രമാണോ? അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ പിള്ളേർ വരുന്ന ടൈമിന് അവരിവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് പോകും. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു ഏരിയയാണ് ഈ പറവൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും സ്കൂൾ വിട്ട് തിരിച്ച് വന്നതിന് ശേഷമൊക്കെ തന്നെയും ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. ഏതായാലും ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എന്തിനായിരിക്കാം ഇവർ തമ്മിൽ സംഘർഷമുണ്ടായത് എന്നൊരു കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പോലീസ് പറയുന്നത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ കടക്കാരുടെ ഒക്കെ അടുത്ത് നിന്നും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. അവരുടെ മൊഴിയൊക്കെ അടക്കം ശേഖരിക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? അതായത് ഈ നഞ്ചക്ക് ഉപയോഗിച്ചുള്ള മാരകായുധങ്ങളുമൊക്കെ കൊണ്ട് ഇവരെ ഈ തല്ലുണ്ടാക്കാനായിട്ട് അത്രമാത്രം അക്രമാസക്തരായി അവർ മാറേണ്ട കാര്യം എന്താണെന്നൊക്കെയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏകദേശം ഒരു മാസം മുന്നേ ഇത്തരത്തിലൊരു സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായതിനെ തുടർന്ന് ഈ പറവൂർ ബസ് സ്റ്റാൻഡിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഗം. പക്ഷേ അത്തരത്തിലൊരു സുരക്ഷ ശക്തമാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും എന്താണ് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്നത് വ്യക്തമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം സ്നേഹ മുല്ലൈനാൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.